ഇബ്രാഹിം മഹാനായ ഒരു സൂഫി സന്യാസിയായിരുന്നു. ഒരു കാലത്ത് അദ്ദേഹം ഒരു രാജാവായിരുന്നു. ഒരിക്കൽ ഒരു കൂട്ടം ഒട്ടകങ്ങളുമായി അദ്ദേഹം മക്കയിലേക്ക് സഞ്ചരിക്കുകയായിരുന്നു. അകമ്പടിയായി ഒരു സംഘം പരിചാരകരും ഉണ്ടായിരുന്നു. മരുഭൂമിയിലെ ഒരു കൂടാരത്തിൽ വെച്ച് സാധ്യമാകുന്നതിന്റെ പരമാവധി അളവിൽ ഏറ്റവും ആഡംബരപൂർണമായിട്ടുള്ള ഒരു യാത്രയായിരുന്നു അദ്ദേഹത്തിൻ്റെത്. അദ്ദേഹത്തിന് സ്വർണം കൊണ്ടുള്ള കെട്ടുകുറ്റികളിൽ ഉറപ്പിച്ച ഏറ്റവും ആഡംബരം നിറഞ്ഞ കൂടാരങ്ങളുണ്ടായിരുന്നു. സ്വർണം പൂശാവുന്ന സാധനങ്ങളെല്ലാം അദ്ദേഹം അപ്രകാരം ചെയ്തിരുന്നു. അദ്ദേഹം ധരിച്ചിരുന്നത് ഏറ്റവും ആഡംബരം നിറഞ്ഞ വസ്ത്രങ്ങളായിരുന്നു. അലഞ്ഞു തിരിയുന്ന മറ്റൊരു സൂഫി ആ വഴി കടന്നു പോകാനിടയായി. അവിടത്തെ എല്ലാ ആഡംബരങ്ങളും കണ്ട അദ്ദേഹം ഇത് ആധ്യാത്മികനായ ഒരു വ്യക്തിയാകാൻ ഇടയില്ലെന്ന് ചിന്തിച്ചു. ഇബ്രാഹിമിനെ കാണുന്നതിനുള്ള അവസരമുണ്ടായപ്പോൾ അദ്ദേഹം ഇങ്ങനെ കുറ്റപ്പെടുത്തി: നിങ്ങൾ എന്തു തരം സൂഫിയാണ്? നിങ്ങൾ ഇപ്പോഴും നിങ്ങളുടെ ഭൗതിക സമ്പത്തിനെ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളുടെ സ്വർണ്ണക്കുറ്റികളെ. ഇബ്രാഹിം വെറുതെ തലയാട്ടുകയും അല്പനേരം അദ്ദേഹത്തോട് വിശ്രമിക്കാൻ പറയുകയും ചെയ്തു. പിന്നീട് രാത്രി വീണ്ടും കണ്ടുമുട്ടിയപ്പോൾ ഇബ്രാഹിം പറഞ്ഞു: നാളെ അതിപ്രഭാതത്തിൽ നമുക്ക് മക്കയിലേക്ക് നടക്കാം, നമുക്ക് രണ്ടുപേർക്കും മാത്രം. ആ മനുഷ്യൻ പറഞ്ഞു: ശരി, ഞാൻ അങ്ങോട്ടാണ് പോകുന്നത്. അവർ രാവിലെ നേരത്തെ എഴുന്നേൽക്കുകയും ഒരുമിച്ച് അവിടെ നിന്ന് പുറപ്പെടുകയും ചെയ്തു. ഏതാനും മണിക്കൂറുകൾ മരുഭൂമിയിലൂടെ നടന്നു കഴിഞ്ഞപ്പോൾ തന്റെ ഭിക്ഷാപാത്രം ഉറക്കറയിൽ മറന്നു വെച്ചതായി ആ മനുഷ്യൻ ഓർമ്മിച്ചു. അദ്ദേഹം ഇബ്രാഹിമിനോട് പറഞ്ഞു: ഞാൻ എന്റെ ഭിക്ഷാപാത്രം മറന്നിരിക്കുന്നു, തിരിച്ചു ചെന്ന് അതെടുക്കട്ടെ. അദ്ദേഹം നടക്കാൻ തുടങ്ങി. ഇബ്രാഹിം ആ മനുഷ്യന്റെ നേർക്ക് നോക്കിയിട്ട് പറഞ്ഞു: ഞാൻ എല്ലാ ഭൗതിക സമ്പത്തും ഒട്ടകങ്ങളും കൂടാരം കെട്ടുന്നതിനുള്ള സ്വർണ്ണക്കുറ്റികളും മറ്റെല്ലാം തന്നെയും വിട്ടുപോന്നിരിക്കുകയാണ്. മാത്രമല്ല, തിരിഞ്ഞു നോക്കാതെയാണ് ഞാൻ നടക്കുന്നത്. എന്നാൽ നിങ്ങൾ ഒരു ഭിക്ഷാപാത്രത്തിന് വേണ്ടി തിരികെ പോകാൻ ആഗ്രഹിക്കുന്നു. ആ സ്വർണ്ണക്കുറ്റികൾ തുളച്ചിറങ്ങിയിരിക്കുന്നത് കേവലം മണലിൽ മാത്രമാണ്, എന്റെ ഹൃദയത്തിലല്ല എന്ന് നിങ്ങൾ അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അവ ഉരുക്കോ സ്വർണമോ ആകട്ടെ, എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യത്യാസവുമില്ല. അതുകൊണ്ട് ഞാനവ സ്വർണത്തിൽ നിർമ്മിച്ചിരിക്കുന്നു. പക്ഷെ നിങ്ങളോ? നിങ്ങൾക്ക് സ്വന്തം ഭിക്ഷാപാത്രം ഉപേക്ഷിച്ച് നടന്നകലാൻ കഴിയുന്നില്ല. നിങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് വിശുദ്ധമായതിലും വെച്ച് വിശുദ്ധമായതെന്ന് കരുതപ്പെടുന്ന മക്കയിലേക്കാണ്. ഞാനാകട്ടെ ഒരു ഭിക്ഷാപാത്രം പോലും കൊണ്ടു നടക്കുന്നില്ല. അതിനുശേഷം ഇബ്രാഹിം നടന്നകന്നു. നിങ്ങൾക്ക് എന്തുണ്ട്, എന്തില്ല, നിങ്ങൾ എന്ത് ആഹാരം കഴിക്കുന്നു, ഏതു വസ്ത്രം ധരിക്കുന്നു, ഏതു വിധത്തിൽ ജീവിക്കുന്നു എന്നതൊന്നും തന്നെ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ എന്താണെന്നതിനെ നിശ്ചയിക്കാൻ പാടുള്ളതല്ല. ബാഹ്യമായി താൻ ആഗ്രഹിക്കുന്ന ഏതു വിധത്തിലും നിങ്ങൾക്ക് ജീവിക്കാവുന്നതാണ്. തന്റെ ഉള്ളിൽ ഏതു വിധത്തിൽ നിങ്ങൾ നിങ്ങളെ തന്നെ പാലിക്കുന്നുവെന്നതാണ് കൂടുതൽ പ്രധാനം. അല്ലെങ്കിൽ ഒരു പക്ഷേ നിങ്ങളെല്ലാം വാരിക്കൂട്ടുകയും